പ്രിയമുള്ളവരെ, ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പല ആളുകൾക്കും അറിയാം, പല ആളുകളും മനസ്സിൽ വിചാരിച്ചായിരിക്കും, ക്യാൻസർ കണ്ടുപിടിച്ചു, ഇനി ഒരു രക്ഷയില്ല, മരിച്ചു പോകും, അല്ല ഇനി എത്ര നാൾ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഒരു ഡെത്ത് സെൻറ്റൻസ് ആണോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. നമുക്കറിയാം, ക്യാൻസർ ബാധിച്ച് ധാരാളം ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. എല്ലാ ക്യാൻസറും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല. എന്നാൽ എല്ലാ ക്യാൻസറുകളും മരണത്തിലേക്ക് നയിക്കത്തില്ല. ഏകദേശം മൊത്തം ക്യാൻസറുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 2 ക്യാൻസറുകളും നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റുന്നതാണ്. അതിൽ തന്നെ സ്റ്റേജ് 1 സ്റ്റേജ് 2 കണ്ടുപിടിക്കപ്പെടുന്ന മിക്കവാറും എല്ലാവരുടെയും ക്യാൻസറും പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റും. മിക്കവാറും എല്ലാ രോഗം തന്നെ നേരത്തെ കണ്ടുപിടിച്ചാലും ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ലാത്ത രോഗം വളരെ റെയറായിട്ടുള്ളതേ ഉള്ളൂ. ഗ്ലയോബ്ലാസ്റ്റോമ എന്നൊക്കെ പറഞ്ഞ് തലച്ചോറിനകത്ത് വരുന്ന രോഗം, അങ്ങനെ അപൂർവത്തിൽ പാൻക്രിയാസിൽ വരുന്ന രോഗങ്ങൾ, ഇതൊക്കെ നേരത്തെ കണ്ടുപിടിച്ചാലും ഒരുപക്ഷെ ചികിത്സിച്ച് ഭേദമാക്കാൻ വളരെ പ്രയാസമുള്ള രോഗമാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം രോഗങ്ങളും നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതും, മൊത്തം ക്യാൻസറുകളെ നോക്കുകയാണെങ്കിൽ അതിൽ 60% മുതൽ ഒരു 66% വരെ, ഏകദേശം 2 ക്യാൻസറുകളും പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതുമാണ്. അപ്പം ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഡെത്ത് സെൻറ്റൻസ് അല്ല. ഇനി ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ ക്യാൻസർ കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ. എന്നിരുന്നാൽ പോലും പുതിയ ചികിത്സകൾ കൊണ്ട് പല രോഗികളും, അതായത് നമ്മളൊക്കെ മരിച്ചു പോകുന്ന ഡോക്ടറൊക്കെ ആയിട്ടുള്ള ഞാൻ വിചാരിച്ച പല രോഗികളും 5-6 വർഷമൊക്കെ പോയിട്ടുണ്ട്. പല രോഗികളും നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ, അല്ലെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം, ഡോക്ടർമാരുടെ പ്രതീക്ഷയ്ക്കപ്പുറം പോലും വർഷങ്ങളോളം കുഴപ്പമില്ലാതെ പോകുന്ന രോഗികളുണ്ട്. പുതിയ ചികിത്സകൾ പലതും പല ക്യാൻസറുകൾക്കും വളരെ ഫലപ്രദമാണ്. മരിച്ചു പോകും, ഒരിക്കലും രോഗം മാറത്തില്ല എന്ന് പ്രതീക്ഷിച്ച പല ആളുകളുടെയും രോഗം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാം എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ചിലരുടെയെങ്കിലും രോഗം അങ്ങനെയല്ല, അവർക്ക് രോഗമൊന്നും മരിച്ചു പോയിട്ടുമുണ്ട്. എന്നാലും നമ്മൾ കണക്ക് നോക്കുമ്പോൾ മാറത്തില്ല, അല്ലെ രക്ഷപ്പെടത്തില്ല എന്ന് വിചാരിച്ച പലരും ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ നടക്കുന്നതാണ് എൻ്റെ അനുഭവത്തിൽ കൂടുതലും. അപ്പം ക്യാൻസർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡെത്ത് സെൻറ്റൻസ് അല്ല. ഭൂരിഭാഗം ക്യാൻസറുകളും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ലാത്ത ക്യാൻസറുകളും നമുക്ക് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മാസങ്ങളല്ല, ഒരുപക്ഷെ ചിലപ്പോൾ വർഷങ്ങളോളം ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസറുകൾ ഉണ്ട്. അപ്പം ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെത്ത് സെൻറ്റൻസാണ്, ജീവിതം അവസാനിച്ചു, ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല, ചികിത്സിച്ചാൽ ആളും പോകും, കാശും പോകും, വേദനയും തിന്നണം എന്നൊക്കെ വിചാരിക്കുന്ന ധാരാളം പേരുണ്ട്. അങ്ങനെയല്ല, കുറേയേറെ ക്യാൻസറുകൾ ചികിത്സിച്ച് മാറ്റാം പറ്റുന്നതാണ്. പല ക്യാൻസറുകൾക്കും ആയുർദൈർഘ്യം നല്ലപോലെ കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ് എന്ന പ്രത്യാശയുടെ ആശയം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.